Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. CPM അങ്കമാലി ഏരിയ സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. നവംബർ 29, 30, ഡിസംബർ 1, 2 തീയതികളിൽ കാഞ്ഞൂരിൽ വച്ചാണ് സമ്മേളനം നടക്കുന്നത്. പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള അങ്കമാലി ഏരിയയിലെ 205 ബ്രാഞ്ച് സമ്മേളനങ്ങളും അതിനുശേഷം 10 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് അങ്കമാലി പാർട്ടി ഏരിയ സമ്മേളനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ പാർട്ടി സമ്മേളനം കാഞ്ഞൂർ വെച്ച് ചേരുമ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന പോലെ പാർട്ടിയുടെ കാലടി മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന സഖാവ് കെ പൊന്നപ്പൻ വിട പറഞ്ഞത് അടുത്തിടെയാണ്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് കാഞ്ഞൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത്. നവംബർ 30, ഡിസംബർ 1 തീയതികളിൽ കാഞ്ഞൂർ മെഗസ് ഓഡിറ്റോറിയത്തിലാണ് കെ പൊന്നപ്പൻ നഗറിൽ പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. ഡിസംബർ 2 പുതിയിടത്ത് MC ജോസഫൈൻ നഗറിൽ പൊതുസമ്മേളനം ഉണ്ടാകും. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക കൊടിമര ദീപശിഖ ജാഥകൾ 29 നടക്കും. പതാക ജാഥ പാറക്കടവിൽ കർഷക തൊഴിലാളി യൂണിയൻ മുൻ ജില്ലാ പ്രസിഡന്റ് MK മോഹനന്റെ വസതിയിൽ നിന്ന് ആരംഭിക്കും. ജില്ലാ കമ്മിറ്റി അംഗം KA ചാക്കോച്ചൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. KP രജീഷ് ജാഥ ക്യാപ്റ്റനാകും. കൊടിമര ജാഥ നായത്തോട് അങ്കമാലി മുൻ ലോക്കൽ സെക്രട്ടറി KA കുര്യാക്കോസിന്റെ വസതിയിൽ ജില്ലാ കമ്മിറ്റി അംഗം K തുളസി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. ജീമോൻ കുര്യൻ ജാഥ ക്യാപ്റ്റനാകും. ദീപശിഖ ജാഥ പാറപ്പുറത്ത് മുൻ കാലടി ഏരിയ സെക്രട്ടറി K പൊന്നപ്പന്റെ വസതിയിൽ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്യും. TI ശശി ജാഥ ക്യാപ്റ്റനാകും. 3 ജാഥകളും വൈകിട്ട് കാനൂർ ടൗണിൽ സംഗമിച്ച് പൊതുസമ്മേളന നഗരിയായ MC ജോസഫൈൻ നഗറിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം CK സലിംകുമാർ പതാക ഉയർത്തുകയും ചെയ്യും. 29-ാം തീയതിയാണ് ഇതിന്റെ സമ്മേളനത്തിന് തുടക്കം നൽകി കുറിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 29-ാം തീയതി രാവിലെ 9:30 മണിക്ക് ഈ സമ്മേളന നഗറിൽ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പതാക ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട മൺമറഞ്ഞു പോയ KSKTUവിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന സഖാവ് MK മോഹന്റെ വസതിയിൽ നിന്ന് സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് ആ പതാക ജാഥ സഖാവ് KA ചാക്കോച്ചൻ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സഖാവ് KP രജീഷാണ് ജാഥയുടെ ക്യാപ്റ്റൻ. ആ പതാക ജാഥ പാറക്കട് പഞ്ചായത്തും കറുകുറ്റി പഞ്ചായത്തും അയ്യമ്പഴ പഞ്ചായത്തും മലയാറ്റൂർ പഞ്ചായത്തും എല്ലാം സഞ്ചരിച്ച് 29-ാം തീയതി വൈകിട്ട് കാലടിയിൽ വെച്ച് അത് മറ്റ് ജാഥകളുമായി സംഗമിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് പ്രവേശിക്കും. ദീപശിഖ ജാഥ ഈ സമ്മേളനത്തിലേക്ക് വരേണ്ടുന്ന മറ്റൊരു ജാഥ 29-ാം തീയതി വൈകിട്ട് 4 മണിക്ക് CPMന്റെ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന സഖാവ് പൊന്നപ്പന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് അത് കാഞ്ഞൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്വീകരിച്ച് അത് വൈകിട്ട് 5:30 മണിയോടുകൂടി ഈ കാഞ്ഞൂർ ജംഗ്ഷൻ എത്തിച്ച് പൊതുസമ്മേളന നഗർ സഖാവ് ജോസഫൈന്റെ നാമധേയത്തിലാണ് പൊതുസമ്മേളന നഗർ അറിയപ്പെടുന്നത്. കൊടിമരം നാട്ടി അവിടെ പതാക ഈ സമ്മേളനത്തിന്റെ സംഘാടക സമിതി ചെയർമാനും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായ സഖാവ് CK സലിംകുമാർ അവിടെ പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനം ആരംഭിക്കുകയാണ്. 30-ാം തീയതിയും 1-ാം തീയതിയും പൊതുസമ്മേളനത്തിലേക്ക് അവിടെ ഉദ്ഘാടനവും റിപ്പോർട്ട് അവതരിപ്പിക്കലും ഗ്രൂപ്പ് ചർച്ചയും പൊതു ചർച്ചയും എല്ലാം കഴിഞ്ഞ് മറുപടിയെല്ലാം കഴിഞ്ഞ് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തുകൊണ്ട് ഞങ്ങളുടെ പൊതുസമ്മേളനം 1-ാം തീയതി അവസാനിക്കും. 1-ാം തീയതി കഴിഞ്ഞാൽ 2-ാം തീയതി ആണ് ഇവിടെ നമ്മുടെ കാഞ്ഞൂർ പഞ്ചായത്തിനെ ചെങ്കടലാക്കി മാറ്റിക്കൊണ്ട് ഉള്ള വലിയ റാലിയും പൊതുസമ്മേളനവും കാഞ്ഞൂർ പഞ്ചായത്തിൽ വെച്ച് നടക്കാൻ പോകുന്നത്. 30-ന് പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം K ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CM ദിനേശ് മണി, ഗോപി കോട്ടമുറിക്കൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MP പത്രോസ്, CB ദേവദർശനൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഡിസംബർ 2-ന് സമാപനം കുറിച്ചുകൊണ്ട് സമ്മേളനത്തിന് റെഡ് വാളണ്ടിയർ പരേഡും ബഹുജന റാലിയും പൊതുസമ്മേളനവും ഉണ്ടാകും. പൊതുസമ്മേളനം മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായി നവംബർ 6 മുതൽ നിരവധി അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ റെഡ് വാളണ്ടിയർ മാർച്ചും അതോടൊപ്പം തന്നെ ഈ ജാഥയും എല്ലാം തന്നെ പൊതുസമ്മേളന നഗറിൽ എത്തിച്ചേരും. അവിടെ വൈകിട്ട് 6 മണിയോടുകൂടി പൊതുസമ്മേളനം ആരംഭിക്കും. പൊതുസമ്മേളനം നമ്മളുടെ സംസ്ഥാനത്തെ വ്യവസായ
നിയമ കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനത്തിൽ പാർട്ടിയുടെ പ്രതിസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ സഖാക്കളും അവിടെയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സഖാവ് ഗോപി കോട്ടപ്പുറയ്ക്കലും സഖാവ് സി ദിനേശ് മണിയും സഖാവ് ചന്ദ്രപിള്ളയും അതുപോലെ സഖാവ് പത്രോസേനനും സി വി ദേവർസനും എല്ലാം തന്നെ ആ സമാജ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്യും. നമ്മുടെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് മറ്റുള്ള ഓരോ ലോക്കൽ കമ്മിറ്റി, അതായത് ഈ ലോക്കൽ കമ്മിറ്റി ഒഴികെയുള്ള മുഴുവൻ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും 2000 രൂപ വെച്ച് ഒരു ബ്രാഞ്ച് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതും കൂടി വരുമ്പോൾ ആവശ്യമായ പൈസ ആവും എന്നാണ് വിചാരിക്കുന്നത്.